വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പി അല്ലാന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് IR സ്പെക്ട്രോസ്കോപ്പി, ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി എന്നെല്ലാം വിളിക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് എപ്പോഴും സ്പെക്ട്രോസ്കോപ്പി നടക്കുക ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ റേഡിയേഷൻ ആ ഒരു പാർട്ടിക്കിളിൽ വന്ന് വീഴുമ്പോൾ അത് എക്സൈറ്റ് ചെയ്ത് പോവും. അത് എക്സൈറ്റ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? സ്പെക്ട്രം കിട്ടുന്നത്. പിന്നെ ഈ റേഡിയേഷനെ കുറിച്ച് അനാലിസിസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? സ്പെക്ട്രം കിട്ടുക. അപ്പോൾ IR സ്പെക്ട്രോസ്കോപ്പി അല്ലെങ്കിൽ വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിൻ്റെ അകത്ത് പാർട്ടിക്കിളിൻ്റെ മുകളിൽ വന്ന് വീഴുന്ന റേഡിയേഷൻ എന്ന് പറയുന്നത് ഇൻഫ്രാറെഡ് അല്ലെങ്കിൽ IR റേഡിയേഷൻ ആയിരിക്കും. അപ്പോൾ ആ ട്രാൻസിഷൻ നടക്കുന്നത് വൈബ്രേഷണൽ ലെവൽസിൻ്റെ ഇടയിലായിരിക്കും എന്ത് നടക്കുക? ട്രാൻസിഷൻസ് നടക്കുക. പിന്നെ അത് ഏതൊക്കെ മോളിക്യൂൾസ് നമുക്ക് തരും? ഒരു ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് കാണിക്കുന്ന മോളിക്യൂൾസ്. ഇതിപ്പോൾ ഇതിവിടെ കണ്ടോ, HCl. ആ റേഡിയേഷൻ വന്ന് വീഴുമ്പോൾ HClൻ്റെ ഡൈപോൾ മൊമെൻറ്റിന് ഒരു ചേഞ്ച് ഉണ്ടാകും. അപ്പോൾ HCl എന്ന് പറഞ്ഞ മോളിക്യൂൾ H2O. പക്ഷേ H2Cl2 എന്ന് പറയുന്ന മോളിക്യൂൾസ് ഒരിക്കലും നമുക്ക് എന്തില്ല? ഒരു ചേഞ്ച് ഇൻ ഡൈപോൾ മൊമെൻറ്റ് അവിടെ ഇല്ല. സോ ഇവരൊന്നും നമുക്ക് എന്ത് തരില്ല? IR സ്പെക്ട്രോസ്കോപ്പി തരില്ല. അതുപോലെ ഫോർത്ത് കണ്ടീഷനാണ് എന്ത്? ഡെൽറ്റ മ്യൂ = +or-1 +or-2 എക്സെട്ര എന്നുള്ള രീതിയിൽ. അതായത് തൊട്ടടുത്തുള്ള ലെവൽക്ക് മുകളിലേക്കും താഴേക്കും അല്ലെങ്കിൽ ഫസ്റ്റ് ലെവലിൽ നിന്ന് തേർഡ് ലെവൽക്ക്, ഫസ്റ്റ് ലെവലിൽ നിന്ന് തേർഡ് ലെവൽക്ക്. അപ്പോൾ +2 അല്ലേ വരുന്നത്. അതേപോലെ -2 താഴേക്കും. അതേപോലെ +3 ഫസ്റ്റ് ലെവലിൽ നിന്ന് ഫോർത്ത് ലെവലിലേക്കും ട്രാൻസിഷൻ നടക്കുക. അങ്ങനെ ആ രീതിയിൽ എല്ലാവിധ ട്രാൻസിഷൻസും ഏതിൽ പോസിബിളാണ്? വൈബ്രേഷണൽ സ്പെക്ട്രോസ്കോപ്പിയിൽ പോസിബിളാണ്.